നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പാലക്കാട് പോകുന്ന വഴിക്ക് തുരങ്കപാത വഴി കടക്കുമ്പോൾ മനസ്സിൽ ഒരു മോഹം, പഴയ കുതിരാൻ ആ ക്ഷേത്രം ഒന്ന് കാണുക. കാരണം പണ്ട് ഞങ്ങൾ പോകുമ്പോൾ പൈസ അമ്പലത്തിൽ കാണിക്ക വെച്ചിട്ടാണ് പോവാറ്. ഒരു മാനസിക സന്തോഷമാണ് ആ പൈസ കാണിക്ക വഞ്ചി ഇടുമ്പോൾ കിട്ടാറ്. നമ്മുടെ യാത്ര പൂർണ്ണമാകും എന്നുള്ള ഒരു സങ്കല്പം കൂടി ഉണ്ട്, അതിൽ ഒരു വിശ്വാസം. തുരങ്കപാതയ്ക്കുള്ളിൽ നല്ല ഇരുട്ടാണ്, അതുകൊണ്ട് തന്നെ പരമാവധി ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് പോവുക. തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഏകദേശം 18 കിലോമീറ്റർ അകലെയാണ് കുതിരാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി ആ ക്ഷേത്ര കാഴ്ചകളിലേക്ക്. ഒരു കാലത്ത് രാജവീതി എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ഈ പാതയെ. ഇന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അമ്പലവും ഒരു പാതയും. ഇവിടെ ഇന്ന് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് കുറേ വാനരന്മാർ മാത്രം. ഇനി അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക്. ഇത്തിരി വർഷങ്ങൾക്ക് മുൻപേ തത്വമസി എന്നെഴുതിയിരുന്ന ആ ബോർഡിൻ്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് നോക്കും. ഒരു കാലത്ത് സമ്പൽ സമൃദ്ധിയേർന്ന, വരുന്നവർക്കെല്ലാം അന്നദാനം നൽകപ്പെട്ടിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതീവ ശോചനീയാവസ്ഥ എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ വരണ്ട എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് കൂടുതലൊന്നും പറയാതെ പഴയ ആ ചരിത്ര ഇതിഹാസങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാമ്പുംകാട് കാരണവര് അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് ഈ കാട്ടിലൂടെ, അന്ന് ഈ അമ്പലമൊന്നും ഉണ്ടായിരുന്നില്ലാന്ന് പറയുന്നത്, ഈ കാട്ടിലൂടെ വലിയൊരു മലയാണിത്, ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഈ മല കയറിയപ്പോഴേക്കും കുതിരയ്ക്കും അദ്ദേഹത്തിനും ക്ഷീണിച്ചു. ഈ കുതിരയ്ക്ക് കയറാൻ പറ്റാത്തൊരു മല എന്നുള്ള രീതിയിലാണ് കുതിരാനമല എന്ന പേര് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും അവിടെ ക്ഷീണിച്ചു. അദ്ദേഹം ഒന്നും മയങ്ങിപ്പോയത്ര. അതിനുശേഷം ആള് എണീറ്റപ്പോൾ കുതിരനെ കാണാനില്ല. കുതിര നേരെ പോയിട്ട് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്ന് ഇങ്ങനെ മേപ്പോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തോ ഒരു അശരീരി കിട്ടി, അങ്ങനെ എന്തോ ഉണ്ടായി. പിന്നെ അദ്ദേഹമാണ് ഈ അമ്പലപ്പണി കഴിപ്പിച്ചത് എന്ന് പറയുന്നു. ഇനി ബാക്കി വല്ല ഐതിഹ്യങ്ങൾ അറിയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്ക് ഒരുപാട് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഈ അമ്പലത്തിനെ കുറിച്ചിട്ട്. ഇനി ഈ അമ്പലത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ കൂടി കാണിച്ചുകൊണ്ട് ഈ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ശബരിമലയിൽ പോകുവാൻ സാധിക്കാത്ത സ്ത്രീകൾ, അവർക്ക് 21 ദിവസത്തെ വ്രതം അതെടുത്ത് ശുദ്ധിയോടുകൂടി വന്ന് ഈ കാനനക്ഷേത്രത്തിൽ, ഇവിടുത്തെ ഭഗവാനൊരു പ്രത്യേകതയുണ്ട്. അശ്വാരൂഢനായിട്ടാണ്, അശ്വത്തിൻ്റെ മുകളിലിരിക്കുന്ന അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഇവിടെ വരിക ഈ സ്ത്രീകൾ വൈകുന്നേരം ഇവിടെ തങ്ങും. കിട്ടൊക്കെ നിറച്ചാണ് അവർ വരിക. അതിനുശേഷം കാലത്ത് നെയ്യഭിഷേകം കഴിഞ്ഞാണ് അവർ വീട്ടിൽ പോവുക. 21 ദിവസത്തെ വ്രതം, അതാണ് ഈ അമ്പലത്തിൻ്റെ ചരിത്രം. ഈ പ്രതിമയുടെ മുന്നേ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.
ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു കാനന ക്ഷേത്രമാണിത്. എല്ലാവരും കാണാൻ വരണേ എന്നൊരു ചിന്തയോടെ ഞാൻ രാജേഷ് നെടുവേലി.